മാർച്ച് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ പക്വാഡയുടെ ഭാഗമായിട്ടുള്ള 3-ാമത്തെ പരിപാടി മാർച്ച് 4-ാം തീയതിയാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. വൈറ്റ് വാഷിംഗ്, പെയിന്റിംഗ്, ടച്ചപ്പ് എന്നിവ സാധ്യമാകുന്നിടങ്ങളിൽ ചെയ്യുക എന്നതാണ് 3-ാമത്തെ പ്രവർത്തനം. അതായത് എല്ലാ അങ്കണവാടികളിലും ഒരുപക്ഷെ ഈ ഒരു പ്രവർത്തനത്തിന് പ്രസക്തി ഉണ്ടാവില്ല. അതായത് പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള അങ്കണവാടികളിൽ, അതുപോലെ തന്നെ പുതുതായിട്ട് പെയിന്റിംഗ് പ്രവർത്തനങ്ങളും മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ള അങ്കണവാടികളിലൊന്നും ഒരുപക്ഷെ ഈ ഒരു പ്രവർത്തനത്തിന് പ്രസക്തി ഉണ്ടാവില്ല. എന്നാലും ആവശ്യമെങ്കിൽ പെയിന്റിംഗ്, ടച്ചപ്പ് പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അതുപോലെ ഒരുപാട് പഴയ അങ്കണവാടി കെട്ടിടങ്ങളിൽ ഒരുപക്ഷെ നിലവിലുള്ള പെയിന്റിംഗ് ഒരുപാട് പഴയതും മങ്ങിയതും ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ചുമരിലെ പെയിന്റോ സിമെന്റോ ഒക്കെ ഇളകിപ്പോയി ചെറിയ വിള്ളലുകളൊക്കെ കാണാൻ സാധ്യതയുണ്ടാവും. അത്തരം കെട്ടിടങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനം സാധ്യമാവുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. മറ്റു പ്രവർത്തനങ്ങളെ പോലെ ഒരുപക്ഷെ ടീച്ചർക്ക് ഈ ഒരു പ്രവർത്തനം സ്വയം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെയും പ്രാദേശികമായിട്ടുള്ള സഹായ സഹകരണങ്ങളിലൂടെയും ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കൂടാതെ മറ്റു പ്രവർത്തനങ്ങളെ പോലെ ഒരുപക്ഷെ ഈ ഒരു പ്രവർത്തനം ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധ്യമല്ല എങ്കിൽ ഈ ഒരു സ്വച്ഛതാ പക്വാഡയുടെ കാലയളവിനുള്ളിൽ ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കുന്ന രീതിയിൽ ഈ ഒരു പ്രവർത്തന ദിനത്തിൽ ഇതിന്റെ തുടക്കം കുറിക്കേണ്ടതും അതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അങ്കണവാടി കെട്ടിടത്തിന്റെ ചുവരുകള്, അതുപോലെ കോമ്പൗണ്ട് വാളുകള്, ജനലുകള്, വാതിലുകള്, ജനൽ കമ്പികള്, ഗ്രില്ലുകള്, ഗേറ്റുകൾ തുടങ്ങിയവരൊക്കെ ആവശ്യമെങ്കിൽ വൈറ്റ് വാഷിംഗ് അല്ലെങ്കിൽ പെയിന്റിംഗ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ടച്ചപ്പ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾക്കും സാധ്യതകൾക്കും ലഭ്യതക്കും അനുസൃതമായിട്ട് ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിച്ച് നടപ്പിലാക്കാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ്. കൂടാതെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫോട്ടോയും ചെറു വീഡിയോകളും എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് ലഭ്യമാക്കുന്നതാണ്.